കർണാടകയിലെ ഈ ദിന എന്ന് പറഞ്ഞ വെബ്സൈറ്റ്, ഞാൻ ആ കഥ പറഞ്ഞ് ഞാൻ ജേർണലിസത്തിൽ നിന്ന് എൻ്റെ ഏറ്റവും നിരാശകരമായ 3-4 മാസങ്ങൾ പിന്നിടും പോലും എനിക്ക് ഏറ്റവും ഹോപ്പ് വന്ന് ഈ ദിന ആ കഥ ഒരു 5 മിനിറ്റ് കൂടുതലെടുത്ത് ഞാൻ പറയുകയാണ്. 2020-കളിൽ അല്ലെ 2020 ചില IT-യിലെ ദളിത് ചെറുപ്പക്കാർ അവർ പെട്ടെന്ന് അവർ മനസ്സിലാക്കി നമ്മുടെ IT നമ്മൾ പറയുന്ന വലിയ കൂറ്റൻ സൗധങ്ങൾ, ഗ്ലാസ് ആൻഡ് ക്രോമുള്ള സൗധങ്ങളിൽ ഇവർക്കൊരു ടീം ലീഡർ പൊസിഷൻ ഒന്നാമത് കൊടുക്കില്ല. കിട്ടുകയാണെങ്കിൽ തന്നെ ബാക്കിയുള്ള അപ്പർ കാസ്റ്റ് അവരുടെ ജൂനിയർ അവരെ കഴിയുന്നത്ര അവരെ പേഴ്സിക്യൂട്ട് ചെയ്യുക, അവരെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുക, അവരുടെ പ്രൊഡക്ടിവിറ്റി കുറയ്ക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ മനസ്സുമെടുത്ത് കുറേ ചെറുപ്പക്കാർ ദേ ലെഫ്റ്റ് IT ഇൻഡസ്ട്രി. അതിനുശേഷം അവർ കർണാടകയിൽ മുഴുവൻ ട്രാവൽ ചെയ്ത്, അവർക്ക് ഇലക്ഷൻ വരികയാണല്ലോ അടുത്ത നിയമസഭ ഇലക്ഷൻ മുമ്പായിട്ട്, അവർ ട്രാവൽ ചെയ്തിട്ട് ഫാമേഴ്സ് ദളിത് ഗ്രൂപ്പുകളായിട്ട് ഓരോ ആഴ്ചയും 1 വർഷം മുഴുവൻ അവർ ട്രാവൽ ചെയ്തു. എന്നിട്ട് ഒരു ഗ്രൂപ്പ് ഇതായിട്ട് 13,000 വോളണ്ടിയേഴ്സ് അവർ കണ്ടുപിടിച്ചു. ആലോചിച്ച് നോക്കൂ, 13,000 വോളണ്ടിയേഴ്സ്. എന്നിട്ട് അതിൽ നിന്ന് 1,400 പേര് ഡെയിലി ഓരോ ദിവസവും ഫ്രീ ഓഫ് കോസ്റ്റായിട്ട് ഞങ്ങളുടെ ഗ്രാമങ്ങളിൽ ഒരു ദളിതിനെയോ ഒരു മുസ്ലിമിനെയോ അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ആരുടെങ്കിലും നേരെ എന്തെങ്കിലും അക്രമം നടത്തുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് ഞങ്ങൾ അറിയിക്കാം എന്ന് പറഞ്ഞാൽ 1,300 ഫ്രീ റിപ്പോർട്ടേഴ്സ്. നമ്മളതിൻ്റെ സ്കെയിൽ നോക്കുമ്പോൾ ന്യൂയോർക്ക് ടൈംസ് എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ പത്രത്തിന് ടോട്ടൽ ജേർണലിസ്റ്റ് 1,400 അത് ഇൻക്ലൂഡിങ് എഡിറ്റേഴ്സ്, റിപ്പോർട്ടേഴ്സ്, ഗ്രാഫിക് ആർട്ടിസ്റ്റ് എല്ലാം കൂടി ചേർന്ന് ജേർണലിസ്റ്റ് ഡെസ്ക് ഇതെല്ലാം കൂടി ചേർന്ന് 1,400. ഇത് റിപ്പോർട്ടേഴ്സ് മാത്രം 1,300 ഓൺ കോൾ. അപ്പോൾ ഈ ദിനം ഈ ചെയ്യുന്നത് അപ്പം എന്ന് പറഞ്ഞാൽ ദിവസവും ഒരു 1,000-1,500 അലേർട്ട്സ് അവർ പലർക്കും എഴുതാൻ പോലും അറിയില്ല. അപ്പം SMS ആണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനുവേണ്ടി ഒരു 60 പേരെ അവർ ബാംഗ്ലൂർ ഒരു കെട്ടിടത്തിൽ ഇരുന്നിട്ട് അവർ സോർട്ട് ചെയ്യുക ഇന്ന് രാവിലെ തൊട്ട് ഇന്ന് ഏതൊക്കെ വാർത്തയാക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ. എന്നിട്ട് കർണാടക ഇലക്ഷന് മുമ്പ് ഏറ്റവും ശക്തമായ രീതിയിൽ ഇൻ്റർവെൻഷൻ നടത്തിയ ഒരു മീഡിയ ഗ്രൂപ്പാണ് ഈ ദിന എന്ന് പറഞ്ഞ ഈ ഗ്രൂപ്പ്. ഈ ദിന അതൊരു പുതിയ ചെറുപ്പക്കാരുടെ ഒരു സംരംഭമാണ്. അപ്പം ഈ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ കാണണ്ട എന്ന് വിചാരിക്കണം. അപ്പം എന്നെ സംബന്ധിച്ചുള്ള ഇന്ത്യയെ പോലെ വളരെ ഒരു ചെറിയ രാജ്യത്തിൽ ഒരു നോർത്ത് കൊറിയയോ ഒരു ചെറിയ രാജ്യത്തിൽ സപ്രഷൻ എളുപ്പമാണ്. പക്ഷേ ഇന്ത്യയെ പോലെ ഇറ്റ്സ് എ വെരി വാസ്റ്റ് കൺട്രി. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാത്ത ഇന്ത്യയെ പോലെ ഒരു വാസ്റ്റ് കൺട്രിയിൽ ഈ സപ്രഷൻ ഒന്നും അത്ര എളുപ്പമല്ല. യു ക്യാൻ റെസിസ്റ്റ്, വേണ്ട രീതിയിൽ നമുക്ക് റെസിസ്റ്റ് ചെയ്യാം. റെസിസ്റ്റ് ചെയ്യുന്നവരുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് ഇപ്പോഴും. അപ്പോൾ ചിലപ്പം നമുക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ പ്രബീർ ഗായസ്തെ പോലെ വളരെ കഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ കാര്യം. എത്ര ഇപ്പോൾ മാസങ്ങളായിട്ട് ജയിലിൽ കിട്ടും. ഞാൻ അതിനടുത്തോളം അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ വളരെ മോശമാണ്. തീർച്ചയായും അങ്ങനെ പ്രശ്നങ്ങൾ ഞാനത് ലഘൂകരിച്ച് കാണുകയല്ല. പക്ഷേ ഒരു 95% നമ്മുടെ മാധ്യമപ്രവർത്തകരും മാധ്യമ മുതലാളികളും ഇതിനോട് നമ്മൾ പ്രതികരിക്കുന്നില്ല, ഒട്ടുപോലും റെസിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു വളരെ ഖേദകരമായ. അതുകൊണ്ട് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ദേ ഡിസേർവ് യുവർ സിമ്പതി. യു ഷുഡ് ആസ്ക് ക്വസ്റ്റ്യൻസ്. നിങ്ങളുടെ സഹതാപം അവർ അർഹിക്കുന്നില്ല. കാര്യം ഈ 75 വർഷം നമ്മുടെ സഹതാപവും നമ്മുടെ പൈസയും കൊണ്ട് ദേ ബിക്കേം ഫാറ്റൻഡ്. മനസ്സിലായില്ലേ? അവർ തടിച്ചു കൊഴുത്ത ഒരു മൂട്ടെ പോലുള്ള ഒരു വർഗ്ഗമാണ്. അപ്പം ഇപ്പോൾ തിരിച്ച് തന്നില്ലെങ്കിൽ ദേ ഡോണ്ട് ഡിസേർവ് അവർ സിമ്പതി. അതുപോലെ അതില്ലെങ്കിൽ നമ്മുടെ മാധ്യമമില്ലാത്ത അങ്ങനെ ഇല്ല. ദർ കനോട്ട് ബി എ വാക്യൂം. നേച്ചർ അബോസ് വാക്യൂം എന്നല്ല. പ്രകൃതി ഒരിക്കലും ഒരു വാക്യൂമിന് സംബഡി എൽസ് വിൽ ടേക്ക് ദ പ്ലേസ്. അതിന് സമയമായിരിക്കുന്നു. അപ്പം ഞാൻ എന്നെക്കുറിച്ച് കൂടെ അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ സാധാരണഗതിയിൽ പ്രൈവറ്റ് ആയിട്ട് ഇത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയും, നിനക്കിതൊക്കെ പറയാൻ കൊള്ളാം, നിന്നെ പണിയല്ലാതിരിക്കുകയാണ്. എൻ്റെ ശരിയായ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ പണിയില്ലാത്ത ഒരു എഡിറ്ററാണ്. ഇപ്പം എൻ്റെ ഡെസിഗ്നേഷൻ എഡിറ്റർ ലാർജ് എന്നാണ്. അത് എൻ്റെ മാനേജ്മെൻറ്റ് എന്നോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ജേർണലിസം ഞങ്ങളുടെ വായനക്ക് അത് വളരെ വളരെ മനോഹരമായ രീതിയിൽ അവർ അവതരിപ്പിച്ചു. കാര്യം നരേന്ദ്രമോദിയെയോ RSSനെയോ മമതാ ബാനർജിയോ പിണറായി വിജയനോ അല്ലോ അവർ കുറ്റം പറഞ്ഞു. അവർ പറഞ്ഞത് ഞങ്ങളുടെ വായനക്കാർക്ക് നിങ്ങളെ ഇഷ്ടമല്ല. പിന്നെ എനിക്കൊരു ചോയ്സ് ഇല്ല. ഇപ്പോൾ വായനക്കാർക്ക് ഒരു എഡിറ്റർ വേണ്ടെങ്കിൽ പിന്നെ നമുക്ക് അപ്പം അതുകൊണ്ട് പക്ഷേ ഞാൻ എൻ്റെ 30 വർഷത്തെ സുസ്ഥിരമായ സേവന കണക്കിലെടുത്ത് ഒരു സ്റ്റൂളിട്ട് തന്നെ ഇരുത്തിയിരിക്കുകയാണ്. തൃശ്ശൂർ ഭാഷ പോലെ ജുവലറിയിൽ സ്റ്റൂളിട്ടിരുത്തുക എന്ന് പറയും. കാര്യം കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മുതലാളി തിരിച്ചു പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ജുവലറിൽ ഇരിക്കാൻ പറ്റില്ല, മുഴുവൻ നേരം നിൽക്കണം എല്ലാ ദിവസവും. അപ്പോൾ മുതലാളിയുടെ അടുത്ത് സ്റ്റൂൾ ഇട്ടിട്ട് നീ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ്. അപ്പോൾ എല്ലാവരും പറയുന്നത് ഈ ഒരു ദിവസം മുഴുവൻ നിൽക്കുന്നതിനേക്കാൾ കഠിനമാണ് മുതലാളിയുടെ അടുത്ത് 5 മിനിറ്റ് ഇരിക്കുക എന്നുള്ളത്. അപ്പോൾ തനിച്ച ഓടിപ്പൊക്കോളുന്നതാണ് ഒരു ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ എന്നെ സ്റ്റൂളിട്ട് ഇരുത്തിയിരിക്കുകയാണ്. 3 വർഷമായിട്ട് ഞാൻ കടിച്ചു പിടിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ തിരുവനന്തപുരത്താണ് ഇരിക്കുന്നതെന്നുള്ളൂ. അപ്പോൾ ആ ഡിസ്റ്റൻസ് സംടൈംസ് ഹെൽപ്സ്. അപ്പോൾ ഏത് നിമിഷവും എൻ്റെ ജോലി കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ്. ബട്ട് ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ പറയുന്നത് ബട്ട് ഐ വാസ് എൻ എഡിറ്റർ ഫോർ 7 years. 2016 തൊട്ട് 2023 വരെ ഞാൻ എഡിറ്ററായിരുന്നു. ഞാൻ ജോയിൻ ചെയ്തപ്പോൾ ഐ വാസ് എക്സ്പെക്ടിങ് ദാറ്റ് ഐ വിൽ ലാസ്റ്റ് 1 year.
അത് പിന്നെ 2 വർഷമായി, 3 വർഷമായി, 4 വർഷമായി, 5 വർഷത്തിൽ കൂടുതൽ ഒരു എഡിറ്ററായിട്ടിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് ഇറ്റ്സ് അൺറിയലിസ്റ്റിക്. അപ്പോൾ 7 വർഷം ഒരു എഡിറ്ററായിട്ട് ഇരുന്നത് മാത്രമല്ല, ഏകദേശം 2969 ഫ്രണ്ട് പേജ് ഞാൻ പേഴ്സണലായിട്ട് ചെയ്തിട്ടുണ്ട്. നോബഡി ക്യാൻ ടേക്ക് ഇറ്റ് അവേ ഫ്രം മീ. അപ്പോൾ ഈ ജേർണലിസം എന്നുള്ളത്, അത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും, ഇപ്പം എനിക്ക് 55 വയസ്സ്, 55 ഇനിയും എനിക്ക് തോന്നുന്നില്ല മാതൃഭൂമി ജോലി കിട്ടൂല, മനോരമ ജോലി കിട്ടില്ല, ടൈംസ് ഓഫ് ഇന്ത്യ ജോലി കിട്ടും. അവരുടെ പോകുന്നിടത്തൊക്കെ ഞാൻ അവരെ തെറി പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നിടത്തും ജോലി കിട്ടൂല. പക്ഷേ ദാറ്റ്സ് ഇനഫ്. 7 വർഷം ആയിക്കോട്ടെ. അപ്പം ഞാൻ പറയുന്നത് ചെറുപ്പക്കാരായ പത്രക്കാരുണ്ട്, ചെറുപ്പക്കാരൊക്കെ അധികം കാണുന്നില്ല ഇവിടെ, ഉണ്ടെങ്കിൽ ആ 7 വർഷം മതി. അത് ഒരു ദിവസം നമ്മുടെ ലീഗൽ പ്രൊഫഷൻ എപ്പോഴും പറയുന്നത് വൈ ആർ യു ബിക്കമിങ് എ ലോയർ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം ഏറ്റവും മനോഹരമായ ഉത്തരം, 70 വർഷമോ 60 വർഷമോ ലോ പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു ദിവസം, 1 day, ഇഫ് ഐ ക്യാൻ കോൺട്രിബ്യൂട്ട് ടു അപ്ഹോൾഡിംഗ് ദ ലോ, ദാറ്റ് ഇസ് വൈ ഐ വോണ്ട് ടു ബി എ ലോയർ. അതുപോലെ ഒരു ദിവസം, ഇഫ് ഐ ക്യാൻ ബി എ ജേർണലിസ്റ്റ്, ഐ ക്യാൻ കോൾ മൈസെൽഫ് എ ജേർണലിസ്റ്റ്, ദാറ്റ്സ് ഇനഫ്. ഇത് പറഞ്ഞുകൊണ്ട് പറയുന്നത്. താങ്ക് യു വെരി മച്ച്.